Srihulli. Polam. Srihulli. No need free. We don't take free. No, I will buy one. No free. Odanda. Odithalaranda. Omanapu mugam vadidenda. Hello traveler. Logo Indian flag in Turkey. Video കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് തുർക്കിയിലാണ്. തുർക്കിയിലെ ചനാക്കലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ന് വെച്ചാൽ ഗ്രീസിൻ്റെയും തുർക്കിയുടെയും ബോർഡർ ഏരിയ ആട്ടോ ചനാക്കലെ എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് ട്രോജൻ വാറിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ 2004 ഇറങ്ങിയ ഒരു ട്രോയ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഗ്രീക്കിലെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടൊരു മൂവിയാണ് ട്രോയ്. ആ ട്രോയിൽ ഒരുപാട് അക്കില്ലസ് പോലത്തെ ഒരുപാട് പടനായകന്മാരുടെ സ്റ്റോറിയാണത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രധാനമായി കാണിക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സ് സീനിലെങ്ങാണ്ട് ഒരു കുതിരയുടെ പ്രതിമയിൽ ട്രോയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ ഉണ്ടാക്കുന്ന ഒരു കുതിരയുടെ പ്രതിമ, അതിനകത്ത് പട്ടാളക്കാരെ ഒളിപ്പിച്ചിട്ട് ആ പ്രതിമയാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ഫസ്റ്റ് ആ പ്രതിമ കഴിഞ്ഞ് നമ്മൾ നേരെ കാണാൻ പോകുന്നത് ട്രോയ് എന്ന് വെച്ചാൽ 3000-ന് മുകളിൽ വർഷം പഴക്കമുള്ള പഴയ ഈ എന്താ പറയുക ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് യുദ്ധങ്ങൾ കണ്ട, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട 3000 വർഷം പഴക്കമുള്ള ട്രോയ് എന്ന പട്ടണം കേട്ടോ. എല്ലാവരും റെഡിയായിട്ടൊക്കെ വണ്ടി ഞാൻ എടുത്തിവിടെ സ്റ്റാർട്ടാക്കാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുറ്റേന് ശേഷം എടുക്കുക. പിന്നെ ഇവിടെ വന്നാൽ അറിയാം, ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളും അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളിൽ റൈഡിങ് കേസിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ടില്ല. കാരണം 38 കിലോമീറ്റർമാർ റൈഡ് ചെയ്യാണ്ട് ഈ ഹോട്ടലിൽ തന്നെയാണ് ഇന്നും സ്റ്റേ ചെയ്യുന്നത്. 2 ദിവസം ഈ ചനാക്കല എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? നേരെ ആദ്യം നമുക്ക് ആ ഒരു ഹോഴ്സ് പ്രതിമ കാണാം, പിന്നെ നമുക്ക് ടോയിലേക്ക് വിടാം. രാവിലെ തന്നെയാണ് സംഭവം. ഇന്നലെ രാത്രി വന്ന് കയറി 1 മണിക്ക് കിടന്നു പറഞ്ഞു. എന്നിട്ട് ആ രാവിലെ എണീച്ച് പോകുന്നു. കാരണം 1 മാസം ഞാൻ പറയും ട്രാവലിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെടാനായിട്ട് ഇറങ്ങിയേക്കോ. ഞാൻ ഗ്ലൗസിന് മാറ്റിയിട്ട് നോക്കിയതോ, നോക്കുമ്പോൾ തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓവർ റോഡിലെ കാഴ്ചകൾ കാണിച്ച് സമയം കളഞ്ഞില്ല. കാരണം എന്തായാലും കഴിഞ്ഞ 2 എപ്പിസോഡ് മൊത്തം റോഡായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ആൾക്കാർ പറയുന്നുണ്ടാവും. ജസ്റ്റ് സ്ട്രീറ്റ് മാത്രം ഒന്ന് കാണിച്ചിട്ടോ. എന്നിട്ട് നമുക്ക് ട്രോജൻ ഹോഴ്സ് കാണാം. ബേക്കിൽ ഒച്ചപ്പാടുണ്ട് പെട്ടീനുള്ളിൽ, കാരണം സാധനങ്ങളൊക്കെ പുറത്തിട്ടില്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഈ വലത്തെ സൈഡ് കാണുന്നതാണ് ട്രോജൻ. ഈ വലത്തെ സൈഡ് കാണുന്നതാണ് ട്രോജൻ സാച്ച് എന്ന് പറയുന്നത്. ഞാനിവിടെ വണ്ടി സൈഡാക്കിയിട്ട് കാണിച്ചിടാം. ഈ ട്രോജൻ ഹോഴ്സിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പുരാതന സിറ്റി ഉണ്ട് ട്രോയ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ട്രോജൻ്റെ വാർ നടന്ന സ്ഥലമാണ് ഈ ട്രോയ് സിറ്റി. നമ്മളിതൊക്കെ അറിയുന്നത് ശരിക്കും ഹോമറിൻ്റെ എഴുത്തുകളിലൂടെയാണ് നമ്മളിത് അറിയുന്നത്. അത് ഈ ഒരു ചനാക്കലയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ ഒരു ട്രോയ് സിറ്റി വരുന്നത്. അപ്പം നമുക്ക് കഥകളോ അല്ലെങ്കിൽ സത്യാവസ്ഥയോ എന്തോ പോട്ടെ, പക്ഷേങ്കിൽ ഈ ട്രോജൻ വാറുമായി ബന്ധപ്പെട്ട ഒരു പ്രതിമയാണ് നമ്മുടെ മുമ്പിലുള്ളത് കേട്ടോ. ഈ അക്കാഡിയൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഗ്രീക്കുകാരാണ്. അവരെന്താ വെച്ചാൽ ഈ ട്രോയ് പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവസാനം അവർ എടുത്ത ഒരു ഐഡിയ ആണ് ഈ ഒരു കുതിരയുടെ ഐഡിയ. അവർ മരത്തിനെ കൊണ്ട് ഇങ്ങനൊരു കുതിര ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് അവരുടെ പട്ടാളക്കാരൊക്കെ ഒളിച്ചിരുന്നു. ഒഡീസിയസ് ആണ് അതിൻ്റെ നായകൻ, ഒഡീസിയസ് ആണ് നിർമ്മിച്ചത്. ഒഡീസിയസും അതിനകത്തുണ്ടായിരുന്നു. അവരതെടുത്തിട്ട് ട്രോയുടെ ഗേറ്റിന് മുമ്പിൽ കൊണ്ടിട്ടു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ട്രോജൻസ് അവർ എണീറ്റപ്പം കണ്ടത് ഒരു വലിയൊരു കുതിരയുടെ പ്രതിമയായിരുന്നു. അവർ എന്ത് ചെയ്തു നോക്കുമ്പോൾ അവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല, പട്ടാളക്കാരൊന്നുമില്ല. അപ്പോൾ അവരതെടുത്ത് അവരുടെ കോട്ടയുടെ ഉള്ളിൽ കൊണ്ടുവച്ചു. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ഒരുപാട് പട്ടാളക്കാർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത്. ഈവൻ ഇതേ ഗ്രീക്കുകാരുടെ തന്നെ ഒരുപാട് കപ്പലുകളിലായിട്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ കടലിൻ്റെ ചുറ്റും അവരെന്ത് ചെയ്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കുതിരയുടെ അകത്തുള്ള പട്ടാളക്കാരുടെ അന്ന് രാത്രി അവർ പുറത്തിറങ്ങി, പിന്നെ അവിടെ യുദ്ധം തുടങ്ങി. പിന്നീട് പട്ടാളക്കാരും എല്ലാവരും കൂടി അതിന് ജോയിൻ ചെയ്ത് അവസാനം അവരെ യുദ്ധത്തിൽ ജയിച്ചു. അതാണ് സ്റ്റോറി. ഇത് ശരിക്കും നമ്മൾ അറിഞ്ഞത് 2004 ഇറങ്ങിയ ട്രോയ് എന്ന് പറഞ്ഞ മൂവിയിലൂടെയാണ്. ഈ ട്രോയ് 2004 ഇറങ്ങിയ മൂവി കണ്ട ആൾക്കാർക്കറിയാം ഈ ഒരു പ്രതിമ അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നത്. അതുവഴിയാണ് ശരിക്കും നമ്മൾ അറിഞ്ഞത്. കാരണം ഹോമറാണ് ഇതിൻ്റെയൊക്കെ എഴുത്തുകാരൻ. ഹോമറിൻ്റെ എഴുത്തിലൊന്നും ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ സ്റ്റോറി എന്തോ ആയിക്കോട്ടെ, റിയാലിറ്റി എന്തോ ആയിക്കോട്ടെ, അത് ഒരു രോമാഞ്ചം കൊള്ളിക്കുന്നൊരു സംഭവം കേട്ടോ.
നമ്മളെന്തായാലും ട്രോയ് എന്ന നഗരത്തിലേക്ക് പോകണം. 3000 വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരമാണ് ട്രോയ്. ട്രോയിനെ പറ്റി ഞാൻ വീഡിയോ കാണിക്കുന്ന മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും 100% വ്യക്തത ആവണമെന്നില്ല. കാരണം ഞാൻ വിക്കിപീഡിയ നോക്കിയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇവിടെ അല്ലേ ട്രോയിലേക്ക്. അതിനിടയിൽ വേറെ കോമഡി എടുത്ത് പോലീസുകാർ വന്നിട്ട് എന്നോട് എന്തോ ചോദിച്ചു. അപ്പം ഞാൻ യെസ് ഓ ടൂറിസ്റ്റ് എന്നോട് പറഞ്ഞു നോ പാർക്കിംഗ് ബട്ട് നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഇവർ ടൂറിസ്റ്റുകളെ ശരിക്കും ഇവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ ടൂറിസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇവർക്ക് അതാണ് ഇവരുടെ വരുമാന മാർഗം. ഓക്കെ, അപ്പം വിടാം. 31 കിലോമീറ്ററാണ്. എന്നെ വണ്ടി എടുക്കുന്ന കാണുക ഇടത്തോടെ നോക്കിക്കോ. ഇത് ഞാൻ അവിടെ വണ്ടി എടുക്കുന്നു. ഓ നല്ല മാച്ച് ഉണ്ട് കേട്ടോ ഇത്. നമ്മൾ ഇന്നലെ വന്ന ഫെറി ഇതാണ്. ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇതുവഴി വന്നിട്ടാണ് നമ്മുടെ ഇങ്ങനെ റൗണ്ട് ബോട്ട് അടിച്ചിട്ട് വന്നത്. പിന്നെ ഇവിടെ ദുബായിലൊക്കെ നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ബോട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ നമ്മൾ നോക്കിയിട്ട് അവർക്കാണ് പ്രയോറിറ്റി. പക്ഷേ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. ഇവിടെ റൗണ്ട് ബോട്ടിൽ വന്നാലും ഒരാൾ കയറുന്നുണ്ടെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി. അപ്പോൾ നമ്മുടെ റൗണ്ട് ബോട്ടിൻ്റെ മിഡിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ പോയിട്ട് നമുക്ക് പോകാൻ പാടില്ല കേട്ടോ. ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ. നല്ല പ്രതിമകളും കിട്ടും. മീനിനെ പിടിച്ചേക്കുന്ന പ്രതിമകൾ. ഇവിടെ ഒരു പ്രതിമ നോക്കിയാൽ ഒരു സ്ത്രീ ഫിഷ് കൊടുക്കുന്നുണ്ട്. പൂച്ചയ്ക്ക് ഫിഷ് കൊടുക്കുന്ന ഒരു പ്രതിമ. പിന്നെ എനിക്കറിയാം ഈ ഒരു സാധനം ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നവർ നിങ്ങൾക്ക് ഒരുപാട് വിഷ്വൽ കുറയും. ഐ എം സോറി, വേറെ വഴിയില്ല. കാരണം ഇത് കമ്പനി ഫിറ്റ് ആക്കിയത്, എനിക്ക് അയച്ചു കുറച്ച് ചാടാനൊന്നും കഴിയില്ല. പിന്നെ അതിന് വിൻഷീൽഡ് എന്ന് പറയുന്നത് വിൻഡിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എത്ര തണുത്ത കാറ്റ് ഫ്രണ്ടിൽ നിന്ന് വന്നാലും അത് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് വരില്ല. അപ്പം എനിക്കത് ഭയങ്കര സേഫാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഒന്നാമത് ചളി പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ക്ലിയറിലായിരുന്നത്. മഴയൊക്കെ ആയിരുന്നില്ലേ. ഞാനിപ്പോൾ ഹൈവേന്ന് മാറി ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട്. കാരണം നല്ല റോഡിലേക്കൂടെ പോയി മടുത്തത്. അതാകുമ്പോൾ കുറച്ച് നമുക്ക് നല്ല ഓഫ് റോഡ് കിട്ടും. സ്റ്റാൻഡ് ഡ്രൈവ് ചെയ്യാം, ഇരിക്കാം. അതുപോലത്തെ വയലുകളൊക്കെ കാണാം. ഹൈവേ വഴി പോകുമ്പോൾ അപ്പുറത്തെ കൂടെയാണ് വഴി കാണിക്കുന്നത്. ഇതിപ്പോൾ ഇതിലേക്കൂടെ കയറി എവിടെയും എത്താൻ നോക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാഴ്ചകൾ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വയലുകളൊക്കെ കേട്ടോ. ഈ ചുവന്ന കളറിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചുവന്ന കളറുണ്ടോ കൊമ്പൊക്കെ? ഇതെന്താ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് 5.5 കിലോമീറ്ററേ ഉള്ളൂ ട്രോയിലേക്ക്. ഇറ്റ് മീൻസ് പണ്ട് കാലത്ത് ഇവിടെയൊക്കെ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. ഇതേ വേറൊരു മരം കിടക്കുന്നു. മൂപ്പരെന്തോ അതിന് മരുന്നടിക്കുന്നുണ്ട്. എന്ത് മരം അറിയില്ല. ഇതൊക്കെ വില്ലേജാണ്. വീടുകൾ. നായി എന്നെ കണ്ടൊരു നോട്ടം നോക്കിനി പാവം.
തുർക്കിയിൽ 99% മുസ്ലിംസ് കമ്മ്യൂണിറ്റിയാണ്, 1% മാത്രമേ ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ഇതുപോലെ മുസ്ലിംസ് പള്ളികൾ കാണാൻ പറ്റും. ആഹാ, ഇവിടെ നിന്ന് ലെഫ്റ്റ് ആയിട്ട് പറഞ്ഞ്. നല്ല റോഡാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട റോഡ്. ഇതുപോലത്തെ റോഡാണ് ശരിക്കും എനിക്ക് വേണ്ടത്. ഓക്കെ, ഓഫ് റോഡ് കണ്ട എടിയിട്ട് നിൽക്കണം, അതൊരു ശീലമായിപ്പോയി. ഈ ഏടി എത്തി പഠിച്ചോനെ. റോഡുണ്ട്, അതന്നെ, പെട്രോളും ഉണ്ട്, വണ്ടിയുണ്ട്. അമ്മാവനോട് ശ്രീഹള്ളിയിലേക്കുള്ള വളി ചോദിച്ചാലോ? മർഹബൻ, ഇത് വണ്ടി ഈ ശ്രീഹള്ളി പോളം ഈ ശ്രീഹള്ളി പോളം. ആ കുഴപ്പമില്ല, വളി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ശരി കേട്ടോ. മൂപ്പര് കുറച്ച് ഡീസൻ്റാണ്, അവിടെ അതുപോലെയുള്ള പദങ്ങൾ ഉപയോഗിക്കില്ല. ഇവിടെ കുറച്ച് നല്ല റോഡാണ്. ഇത് ഫാമേഴ്സിൻ്റെ ഏരിയ ആണ്. കാരണം ഒരുവിധം എല്ലാ വീടിൻ്റെ മുറ്റത്തും ട്രാക്ടർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫാമേഴ്സിൻ്റെ ഏരിയ ആയിട്ടിത്. ഇത് ഇവിടെ ഒരാൾ ട്രാക്ടർ കഴുകുന്നുണ്ട്. മർഹബൻ. ഓക്കെ, അത് അവർ ട്രാക്ടർ കഴുകുന്നതല്ല, വെള്ളം നിറക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ തോട്ടത്തിലില്ല, തോട്ടങ്ങളൊക്കെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. ഈ തോട്ടത്തിലേക്കൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ടാകും, അതായിരിക്കാം. ഓക്കെ, പിന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ചളിവെള്ളമാണ്, പക്ഷേ ഇപ്പുറത്തെ വശമൊക്കെ നല്ല വെള്ളമാണ്. പിന്നെ ഈ വീടിനുള്ള ആടുകളുണ്ട്, എനിക്ക് അതിൻ്റെ ഉള്ളിലെ കൂടെ കാണാൻ പറ്റും. ഇതൊക്കെ വില്ലേജ് ഏരിയയാണ് മുഴുവൻ. നല്ല വ്യൂ അല്ലേ? നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചേ, മലു ട്രാവലർ ലോഗോ ഇന്ത്യൻ ഫ്ലാഗ് ഇൻ തുർക്കി. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ എല്ലാവരും. ഞാനൊരു 10-15 മിനിറ്റോളം ഇവിടെ നിന്നു. ദേ നമ്മുടെ ഞാനിവിടെ ഒരു 10-15 മിനിറ്റോളം നിന്നു, റിലാക്സ് ചെയ്തു, ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഒരാൾ എന്നോടൊന്നും ചോദിക്കുന്നില്ല. ഒരുപക്ഷെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് എപ്പോഴും പറഞ്ഞത് തന്നെ ഗ്രാമപ്രദേശത്തൊക്കെ നല്ല നല്ല ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമതും ഓഫ് റോഡിലേക്ക് ഓക്കെ പോവാം. ഗിയർ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് എണീറ്റ് വന്ന് വിചാരിച്ച് സ്കൂട്ടർ ഓടിക്കാം. സ്കൂട്ടർ ബൈക്ക്. അതെ, ഇവിടെ എന്തൊക്കെയോ കൃഷിയുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ അവർ കഷ്ടപ്പെടുന്നുണ്ട് നല്ലോണം, കാണും മനസ്സിലായത്. വയലിലേക്ക് കൂടെ ഒക്കെ റോഡുള്ളത് കേട്ടോ, ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ റോഡ് പോകുന്നത്. ഇതെനിക്ക് തോന്നുന്നൊരു ഫാം ആണെന്ന് തോന്നുന്നത്. വാവ്, വയലുകൾ. ആഹാ, അങ്ങനെ കുറച്ച് കട്ടറൊക്കെ കിട്ടി, കുണ്ടും കുഴിയൊക്കെയുള്ള റോഡിലൊക്കെ കുറച്ച് കിട്ടി. ഇതൊക്കെ വിജനമായ ഏരിയ ആണ്, മനുഷ്യന്മാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. ഇനിയും നിഴലായി മധുവായി കാണാം.
പാടാം നമുക്കു പാടാം വീണ്ടും ഒരു ഡുർ ഡുർ എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. അതാ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇവിടെ ഡോർ എന്ന് എഴുതിയിട്ടുണ്ടോ? ഡോർ സ്റ്റോപ്പ്. തുർക്കി ഭാഷയിൽ സ്റ്റോപ്പ് എന്നിട്ടോ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്കും പോകേണ്ടിരുന്ന വഴി. ഞാൻ അതിലെ കൂടെ കട്ട് ചെയ്ത് കയറി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കയറി, കാരണം നല്ല നല്ല കാഴ്ചകൾ കിട്ടുന്നില്ല കട്ട് ചെയ്ത് തരുമ്പോൾ. അതുപോലെ സാധാരണ നമ്മൾ ആനയുണ്ട് പുലിയുണ്ടെന്നല്ല പറയും. ഇവിടെ സൈൻ ബോർഡ് ഉണ്ടോ? പശു. ആ അതെ, ചെമ്മരിയാട് നോക്കി. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കയറാം, കുഴപ്പമൊന്നുമില്ല. പോയിട്ട് കണ്ടിട്ട് വരാം. എൻട്രൻസ് ഉണ്ടെങ്കിൽ കയറാം. എൻട്രൻസ് ഉണ്ട്, ഇപ്പോൾ കയറാം. ആരാൻ്റെ പറമ്പാന്ന് അടി കിട്ടാണ്ട് നോക്കാം, കുഴപ്പമില്ല. ഇതെന്താ തിന്നുന്ന സംഭവം? ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട ഓമനപ്പൂ മുഖം വാടിയിടേണ്ട. ഹായ് വാ. ഞാനിതേപോലെ ഒമാൻ്റെ ഡെസേർട്ട് കയറ്റിയിട്ട് ഒട്ടകത്തിൻ്റെ വേക്കി പോയി. നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ ആ വീഡിയോ? ഒമാനിൽ ഞാൻ ഡെസേർട്ട് കയറ്റിയിട്ട് ഒട്ടകത്തിൻ്റെ വേക്കി പോയി കേട്ടോ. ഇപ്പോൾ എന്തേ ഉക്രൈനിൽ പുൽമൈതാനത്ത് കയറ്റിയിട്ട് ചെമ്മരിയാടിൻ്റെ വേക്കിൽ. വെറുതെ ഒരു രസം പോവാം. ടാറ്റാ. ഓഫ് റോഡ് പ്രേമിയുടെ അവസ്ഥയാണ്. ആരൊന്നും വിചാരിക്കല്ലേ, മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. ഓക്കെ, ബാക്ക് ടു റോഡ്. പക്ഷേ ഇരിക്കൂല, ഇരുന്നാൽ നിങ്ങളൊന്നും കാണില്ല, നിന്നാലേ നിങ്ങൾ കാണുന്നുള്ളൂ. എനിക്ക് സേഫാണ്, ആരും പേടിക്കണം വേണ്ട. നിന്നിട്ട് കഴിയുമ്പോൾ സ്കൂട്ടർ വണ്ടിയാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൈയൊന്നും വേണ്ട, ഒരു കയ്യിൽ മതി ഓടിക്കാൻ. ഭയങ്കര കാറ്റാണ് ഇവിടെ. ട്രോയ പോയിട്ട് തിരിച്ചു വരുമ്പം വാങ്ങാം. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. പോയിട്ട് തിരിച്ചു വരുമ്പം വാങ്ങാം. ഓക്കെ. മ്യൂസിയം, യാ, പോയിട്ട് തിരിച്ചു വരുമ്പം കാണാം. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യാനാ, ഇവിടെ ഒന്നും പരിപാടികളുണ്ടോ? ഇവിടെ ഒന്നുമില്ലെന്നല്ലോ. അമ്മച്ചിയോട് ഞാൻ വരുമ്പം എന്തായാലും കയറിയിട്ട് വാങ്ങുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തെങ്കിലും വാങ്ങണ്ടേ, ട്രോയിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന എന്തെങ്കിലും. ഹലോ, മർഹബൻ. യാ യാ, ഗുഡ് ഗുഡ് ഗുഡ്. യു സ്പീക്ക് ഇംഗ്ലീഷ്? ഐ ആം ഫ്രം ഇന്ത്യ. Yeah, I am from India. Good. Yeah, I will look. Yeah, sure. ഇവിടെ ഇത് കംപ്ലീറ്റ് ഗ്രീക്കുമായി ബന്ധപ്പെട്ട പിന്നെ പ്രതിമകളൊക്കെയാണ്. ചെറിയ തലകൾ മാത്രമേ ഉള്ളൂ, ഉടലൊന്നുമില്ല, ചിലതിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഇവരിവിടെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അക്കിലീസ്, ഇതാണ് അക്കിലീസ് കേട്ടോ. ബട്ട് അക്കിലീസ് തോറ്റില്ലേ? സേയൂസ്, യാ. ഓക്കെ ഓക്കെ. അക്കമിസ്റ്റ്, ദൈവങ്ങളാണ്. ഓക്കെ. ഹെലൻ, ഹെലൻ സ്പാട്ട. യാ, ഓക്കെ ഓക്കെ. ബട്ട് ഐ നീഡ് സ്മോൾ. ഐ വിൽ ടേക്ക് സ്മോൾ. ഇത് ശരിക്കും എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഓർമ്മക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹൗ മച്ച് ദിസ് വൺ? Horse? Yeah. 50 lira. 50? Uh-huh. Big one?
big one, 50. 50? 50. 50 എന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ്, കാരണം അത് കിട്ടാനും ചാൻസ് കുറവാ. Aristo. 30 lira. അരിസ്റ്റോ 30 റിയാൽ കേട്ടോ, അരിസ്റ്റോ 30 lira. ഓക്കെ ഓക്കെ 300 രൂപ. ഓക്കെ Socrates. സോക്രട്ടീസ്. ഓക്കെ Yeah. Achilles. പ്ലീസ്. ഓക്കെ Yes. Homer. Homer. ഹോമർ. Yes. എഴുതിയാണോ കേട്ടോ, എഴുതിയാണോ? ഓക്കെ Homer. 40 lira. 40. ഓക്കെ എല്ലാം കാര്യമാണ്. Achilles. Achilles. 50. 15. ഓക്കെ Helena var. Helena. Mustafa Kemal Atatürk. അത്താത്തുർക്ക്. ഓക്കെ മുസ്തഫ കമാൽ Atatürk. Yeah. തുർക്കിയുടെ സ്ഥാപകനാണ്. Yes. 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 So how much this one? No discount? 50. No discount. 50 lira. Please. Thank me. Give me some discount. Discount. I am very poor man. My father is not Ambani. Ah, no money man. Vardır. Hey, present. Yeah. Free. No need free. We don't take free. No, I will buy one. Please. No, no free. Show me. No Is it- money. No. I will pay you money. No money. No. Original model Çanakkale Center. ആഹാ. Çanakkale Center. ചനക്കല നമ്മൾ നേരത്തെ കണ്ടില്ല, ആ സംഭവമാണ്, അതിൻ്റെ തന്നെയാണ്. അമ്മച്ചി ഭയങ്കര സൂപ്പറാണല്ലോ. സൂപ്പർക്ക് അറിയാം. നമ്മളൊന്ന് Trojan Center. ആ ഓക്കെ, ഇത് രണ്ട് ടൈപ്പ്. ഇത് നമ്മൾ ചനക്കലയിൽ കണ്ടതാണ്, ഇത് നമ്മളിപ്പോൾ ട്രോയയിൽ കണ്ടത്. രണ്ട് ടൈപ്പ് ആട്ടോ ഇതിൻ്റെ. Yes. I will buy one, no problem. I will buy big one, this one, that black one. That one I will buy. Yeah. How much? 50. Wood? This is wood? No. Wood you have? I want wood because it will take. Ah. I want to take to India. Big one. Big one. Büyük one. Bu var büyük one. 100. Oh, it's very expensive. Bu da 50. Okay. 50, but that is good. Aha, wood 50. Bu Bu marka. 75. Hadi okay. Discount yapayım. But what about the? This is not wood. No wood. No. Stone. സ്റ്റോൺ. ഓക്കെ, ഏതായാലും ഞാനൊന്ന് വാങ്ങട്ടെ, കാരണം ഇത് കുറച്ച് സംസാരിക്കാണ്ട് പിന്നെ എന്തെങ്കിലും വാങ്ങാന്നേ, കാരണം ഇവിടെ ഇവർക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല, പാവങ്ങളാണ്. അപ്പം എനിക്കിപ്പോൾ 50-500 രൂപ കൊടുത്താൽ എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ എവിടെയും കൊണ്ട് കളയുന്ന പൈസ നിൽക്കും, പക്ഷേ അത് ചിലപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞു പോയാലോ അല്ലേ. വാങ്ങട്ടെ. ഞാൻ വാങ്ങി, ഏറ്റവും വലുതാണ് വാങ്ങിയത്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയിൽ കൊള്ളുന്നില്ല. ലാസ്റ്റ് ഒരുവിധം കഷ്ടപ്പെട്ട് ചെരിച്ച് പിടിച്ച് വെച്ചിട്ട് ഈ ഒരു വശം മാത്രം ഇവിടെ തട്ടും, കുറച്ച് സ്ക്രാച്ചും. പക്ഷെ കുഴപ്പമില്ല, ബാക്കിയൊക്കെ സേഫായിട്ട് ഉള്ളിക്കരുണ്ട്. ഇനി ഇത് ഇങ്ങനെ പൂട്ടി നോക്കണം. പൂട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഐ ക്യാൻ ലോക്ക്. ലോക്കാകാൻ പറ്റുന്നത്. ഹാപ്പി. ഓക്കെ, നമ്മളങ്ങനെ പോവുകയാണ്. Güle güle. Türk iş güle güle. Ciao. ചാവോ. Ciao. Güle güle. സംഭവം ഞാൻ നല്ല പർച്ചേസ് ചെയ്തു. ഓക്കെ, ഏകദേശം ഒരു 1500 റിയാലിൻ്റെ സാധനങ്ങൾ ഞാൻ വാങ്ങി. ഓക്കെ, 1500 റിയാലിൻ്റെ സാധനം ഞാൻ വാങ്ങിയിട്ട് അതാണ് എനിക്ക് ഇത്ര സന്തോഷം. എൻ്റെ പുതിയ വീടിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഹോമറിനെയും അതുപോലെ അതിനൊക്കെ പുള്ളിയാ ഒരുപാട് ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങി. ഹാപ്പി. ഓക്കെ, നമ്മളങ്ങനെ ട്രോയ് എത്തി. ഇവിടെ ട്രോയ് മ്യൂസിയം ഉണ്ട്, ട്രോയ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്, ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം 2004 ട്രോയ് മൂവി കണ്ടവർക്ക് ആ മൂവിയിലെ റിയൽ കാര്യങ്ങൾ നടന്ന ഏരിയ ആണ് ഇതൊക്കെ. നമ്മളിപ്പോൾ കണ്ട വില്ലേജ് അടക്കം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് നോക്കണം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.